ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഫ്രൈ പാൻ ഒന്ന് ഉണ്ടാക്കാൻ പോകട്ടോ. നമ്മുടെ വീട്ടിലൊരു പഴയ അലൂമിനിയം പാത്രം ഇതേപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മളൊരു ഫ്രൈ പാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിൻ്റെ അളവിന് ഞാനിവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ പാനിൻ്റെ അളവെടുത്തേക്കുന്നത്. അപ്പോൾ ഒരു പെൻസിൽ അതിന് മുകളിൽ വെച്ച ശേഷം ഇതേപോലെ ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു അളവ് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ടർ മെഷീൻ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. പരിചയമില്ലാത്തവർ ഇത് ചെയ്യരുത്, ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എന്തായാലും നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരച്ചൊന്ന് വൃത്തിയാക്കണം. ഇത് കണ്ടോ, അതിൻ്റെ സൈഡൊക്കെ നല്ല മൂർച്ചയായിട്ടിരിക്കുക, കൈ മുറിയും. അപ്പോൾ ഒരു അര ഉപയോഗിച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുക്കണം. അലൂമിനിയം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉരച്ചെടുക്കാൻ പറ്റും കേട്ടോ, നല്ലപോലെ ഉരയ്ക്കാൻ പറ്റും. ഇനി സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പിടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുറിയും കേട്ടോ. അപ്പോൾ ചുറ്റിന് ഞാൻ പേപ്പർ പിടിക്കുന്നുണ്ട്. ആ ഒരു ചുവന്ന പെയിൻ്റൊക്കെ നമ്മളങ്ങ് കളഞ്ഞെടുത്തിട്ടുണ്ട്, നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പിടി വേണം. ഇത് ഒരു പഴയ പാനിൻ്റെ പിടിയാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ച ശേഷം നമുക്ക് അതിൻ്റെ അളവും കൂടെ ഒന്ന് എടുക്കാം. ഇവിടെയാണ് നമുക്ക് ബോൾട്ട് ഇടാനുള്ളത്. അപ്പോൾ ആ ഒരു അളവ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഞാൻ എന്തായാലും ഒരു ആണി ഉപയോഗിച്ച് ഇതേപോലെ അടിച്ച് ഒരു ചെറിയ ഹോൾ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോള് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി കത്രിക, നമ്മൾ സാധാരണ കത്രിക ഉപയോഗിച്ച് അതിൻ്റെ ഹോളിൻ്റെ വലിപ്പം നമുക്ക് സാവധാനം കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബോൾട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. കറക്റ്റ് ആ ഒരു അളവിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വലുതായിട്ടല്ല ഇട്ട് കൊടുത്തേക്കുന്നത്, കറക്റ്റ് അളവിന് തന്നെയാണ്, ലൂസായിട്ട് ഇരിക്കരുത്. ഇനി നമുക്കതിൻ്റെ നട്ടും കൂടെ ഇട്ട് കൊടുത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ മുറുക്കിയെടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ മുറുക്കിയെടുക്കണം, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോവും. ഇപ്പോൾ നമ്മൾ അതും മുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വറക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം. വെറുതെ കളയരുത് പഴയ പാത്രങ്ങളൊന്നും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.